blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ആദ്യമേ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. അതിനുശേഷം ഉടൻ തന്നെ ഇന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് ഇന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്ന സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഹൃദയത്തിലുള്ള ആ നന്മ, താല്പര്യം, ഇന്ന് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ബ്ലെസ്ഡ് ത്രൂ ദെയർ ഗുഡ് വർക്ക്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് നിലമ്പൂരിൽ നിന്നുള്ള ഷൈനി സുരേഷിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, തൻ്റെ സ്ഥലത്തിലേക്കുള്ള വഴിയുടെ ആ പ്രശ്നം അങ്ങ് മാറ്റി കർത്താവെ ഒരു വഴി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്കിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകന് വിവാഹത്തിനുള്ള ഒരു സമ്മതം ഉണ്ടാകുവാൻ, ഒരു മനസ്സുണ്ടാകുവാനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തെയും സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ദേവരാജനും കൊച്ചുറാണിക്കുമായി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾ ദിവ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MBBSന് കർത്താവെ നല്ല ഒരു റിസൾട്ട് ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾ ദീപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു. MBBS ഫസ്റ്റ് ഇയർ ഏറ്റവും നന്നായി ചെയ്യുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റാന്നിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൈനസ് പ്രോബ്ലം സൗഖ്യമാകട്ടെ. 3 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ 3 കുടുംബങ്ങളെയും കർത്താവെ സകല ഫാമിലി ബ്ലെസ്സിങ്സ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, 10th ബോർഡ് എക്സാം ഏറ്റവും നല്ല രീതിയിൽ പാസ്സാകുവാൻ, A+ഓടുകൂടി പാസ്സാകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ മകൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്കിടെ വരുന്ന ആ പനി യേശുവിൻ്റെ നാമത്തിൽ കൂടെ വരുന്ന പനി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, 3ാമത്തെ മകൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കിൻ അലർജി സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവ്, തൻ്റെ ഭാര്യയ്ക്ക് ആസ്മ എന്നുള്ള സൗഖ്യം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് all sponsors for sponsoring today's episode. ഈ സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും തയ്യാറാകുക. നിങ്ങളെ ഹാൾ ടിക്കറ്റ്, നിങ്ങൾ ഇന്ന് എഴുതുന്ന പേന, പെൻസിൽ ഉപയോഗിക്കുന്നതെല്ലാം കയ്യിലെടുത്ത് പിടിക്കുക. എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ലോകം എമ്പാടുമുള്ളവർ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ ആൻസൈറ്റിയും കർത്താവ് അവരുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോട്ടെ. വളരെ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടെ, കോൺഫിഡൻസോടുകൂടെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ എഴുതുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിൽ അവരോട് കൂടെ ഇരിക്കണമേ. എങ്ങും ഒരു ഡിലേ വരാതെ സമയത്ത് എക്സാം ഹാളിൽ എത്തുവാൻ അങ്ങ് സഹായിക്കണമേ. ആരോഗ്യത്തോടുകൂടെ എല്ലാം എഴുതുവാൻ അങ്ങ് സഹായിക്കണമേ. ഓർമ്മയെ അനുഗ്രഹിക്കണമേ. ഓരോ ക്വസ്റ്റ്യനുമുള്ള ഉത്തരം പഠിച്ചത് ഓർമ്മയിൽ വരുവാനും വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി സമയത്ത് പൂർത്തിയാക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ സമയത്ത് ബ്ലെസ് ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബെസ്റ്റ് വിഷസ് സ്റ്റുഡൻസ്,
ഗോ ആൻഡ് റൈറ്റ് യുവർ എക്സാം വെരി 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 വെൽ. തുടർന്ന് നമ്മൾ ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഈ ആഴ്ചയിലുടനീളം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന ഗോഡ് ഈസ് യുവർ പ്രൊട്ടക്ഷൻ എന്നുള്ള ആ സന്ദേശത്തിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരികയാണ്. സെർമൺ നോട്ട് കീപ്പർ ഉള്ളവർ അതിൽ നന്നായി അതിൻ്റെ നോട്ട്സ് എഴുതിയെടുത്ത് സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൽ അത് എഴുതുക. ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ക്ഷമസിസ്റ്റർ, ഈ സഹോദരൻ്റെ പേര് ഏണസ്റ്റ് ബോബി എന്നാണ്. സഹോദരന് 6 മാസമായിട്ടാണ് റെഗുലറായിട്ട് ഇവിടെ എല്ലാ മാസവും ഇവിടെ വരാൻ തുടങ്ങിയത്. ജനിച്ച നാൾ മുതൽ 3 വയസ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതാണ്. ഇതുവരെ കാഴ്ചശക്തി വന്നിട്ടില്ല. ഇതിനിടയിൽ കുറേ നാളുകളായിട്ട് 3-4 വർഷമായിട്ട് ഈ സഹോദരൻ ഷെയർ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രേഡിങ്ങിൽ വളരെ നഷ്ടം വന്നിട്ട് ഒത്തിരി പണം നഷ്ടപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ ഇവിടുത്തെ 2 സഹോദരൻ ഇവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവർ മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ആരാധനയ്ക്ക് വരുന്നു. ഈ സഹോദരന് 20 വർഷത്തിലധികമായിട്ട് ശ്വാസം മുട്ടുന്ന ഒരു രോഗമുണ്ട്. ആ രോഗം വന്നു കഴിഞ്ഞാൽ സഹോദരൻ പറഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല, നെഞ്ചിന് ഭാരം കെട്ടിയതുപോലെയാണ്. അതിൻ്റെ തുടക്കം എന്നുള്ളത് ആദ്യത്തെ ദിവസം നെഞ്ചിനകത്തൊരു ഭാരം വലിച്ചു വെച്ചതുപോലെ ഇരിക്കും. അത് ഓരോ നിമിഷം കഴിയും തോറും അത് മുറുകി വന്നിട്ട് ഒരു ഭയങ്കര പ്രയാസം. അപ്പോൾ 20 വർഷത്തിലധികമായിട്ട് അസ്താലിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് ഈ സഹോദരൻ എടുത്തുകൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം പോലും ആ മരുന്ന് മാറ്റരുത്, ടാബ്ലറ്റ് അത് മാറ്റരുതെന്ന് പറഞ്ഞു. ഇവിടെ വന്നു 3 മാസത്തിന് ശേഷം ഡിസംബർ 15-ാം തീയതിയാണ് ഈ സഹോദരൻ ഇവിടെ സ്നാനപ്പെട്ടത്. അന്ന് സ്നാനപ്പെട്ട സമയത്ത് ദൈവദാസൻ ശിരസിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ സഹോദരൻ്റെ ശരീരത്തിലുള്ള സകല രോഗങ്ങളെയും സൗഖ്യമാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു ദിവസത്തേക്കുള്ള മരുന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ മരുന്ന് കഴിച്ചു. പിറ്റേ ദിവസം മരുന്ന് മേടിക്കാൻ മറന്നുപോയി, മരുന്ന് കഴിച്ചില്ല. അന്ന് രാത്രി കിടന്നുറങ്ങി, നേരം വെളുക്കുന്നത് വരെ ഉറങ്ങി, ഒരു പ്രശ്നം ഉണ്ടായില്ല. സാധാരണ രാത്രി മരുന്ന് കഴിച്ചില്ലെങ്കിൽ അന്ന് രാത്രി മുതൽ പ്രശ്നം തുടങ്ങും. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴും ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ സഹോദരൻ വിചാരിച്ചു എന്നാൽ ഇന്ന് മരുന്ന് മേടിക്കാതെ നോക്കാമെന്ന് കരുതി അന്ന് രാത്രി മനഃപൂർവ്വമായിട്ട് മരുന്ന് മേടിച്ചില്ല, മരുന്ന് കഴിച്ചില്ല. പിറ്റേ ദിവസവും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്ന് 3 മാസം കഴിഞ്ഞു. ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ടാബ്ലറ്റ് മുടക്കരുതെന്ന് പറഞ്ഞ ഡോക്ടറുടെ വാക്ക് കേൾക്കാതെ ഒരു ദിവസവും മരുന്ന് കഴിക്കാതെ 3 മാസമായിട്ട് ഒരു പ്രയാസമില്ലാത്തവണ്ണം യേശു കർത്താവ് മുഴുവനും സൗഖ്യം കൊടുത്തു. ഡോക്ടർ യേശു തന്നെ സൗഖ്യമാക്കി കഴിഞ്ഞു. ഇനി മറ്റൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമില്ല. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയാ? ബ്രദറെ, ഈ പറഞ്ഞതൊക്കെ ശരിയാണോ ബ്രദറെ? അതെ. ഇപ്പോൾ മരുന്ന് എടുക്കുന്നില്ല. ചെസ്റ്റിന് യാതൊരു പ്രശ്നവും കുഴപ്പമില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കൈകൾ നീട്ടി ഇദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങ് കൊടുത്ത ഈ വലിയ വിടുതലിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ പ്രത്യേകമായ കൃപയും അനുഗ്രഹങ്ങളെയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശരീരത്തിൽ പൂർണ്ണമായ വിടുതലും പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടെ നിൽക്കുന്ന ഈ സഹോദരിയെ കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പറയാമോ? Verse number 12, Psalm 91. സങ്കീർത്തനങ്ങൾ 91ലേക്ക് മടങ്ങി വരാം. അതിന്റെ 12ാമത്തെ വചനം. They will lift you up in their hands so that you will not strike your foot against a stone. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് അവർ തങ്ങളുടെ കൈകളിൽ നിന്നെ വഹിക്കും. Hallelujah. Hallelujah. 13. You will tread on the lion and the cobra. You will trample the great lion on the serpent. സിംഹത്തെയും അണലിയെയും. സിംഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പേടിച്ചിരിക്കുക. മുഴുവൻ കേക്ക്. സിംഹത്തെയും അണലിയെയും നീ ചവിട്ടും. യുവസിംഹങ്ങളെയും മഹാസർപ്പത്തെയും നീ കാൽ കീഴിൽ ചതച്ചു കളയും.
Hallelujah. Why? Because God is your protection. He will strengthen you so that you can trample upon cobra, viper, all kinds of serpents. കാരണം ദൈവം നിന്റെ സംരക്ഷണമായതുകൊണ്ട് അവൻ നിന്നെ ശക്തീകരിക്കും. നിന്റെ കാൽ കീഴിൽ അണലിയെയും മഹാസർപ്പത്തെയും നീ ചവിട്ടിക്കളയും. Hallelujah. Hallelujah. Praise God. Hallelujah. And verse number 14. 14ാമത്തെ വചനം, Because he loves me, says the Lord, I will rescue him. I will protect him, for he acknowledges my name. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ എന്നെ സ്നേഹിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. How many of you love the Lord? നിങ്ങൾ എത്ര പേർ കർത്താവിനെ സ്നേഹിക്കുന്നു? In Corinthians, Paul writes, if anybody does not love the Lord, he is cursed. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അവർക്ക് എഴുതുകയാണ്, നിങ്ങൾ ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കാതിരിക്കുന്നെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. How many of you love the Lord? നിങ്ങൾ എത്ര പേർ കർത്താവിനെ സ്നേഹിക്കുന്നു? You are blessed. നിങ്ങൾ You are not cursed, you are blessed. നിങ്ങൾ ശപിക്കപ്പെട്ടവരല്ല, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Hallelujah. Hallelujah. And if you love the Lord says, I will rescue him, I will protect him, for he acknowledges my name. നിങ്ങൾ കർത്താവിനെ അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. Hallelujah. Hallelujah. Protection comes for those who love the Lord. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. Preach it again. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. When you love the Lord, when you worship the Lord, the protection of the Lord comes into your life. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ ദൈവിക സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കടന്നു വരുന്നു. Hallelujah. Hallelujah. വിശ്വാസത്തിൽ വന്നിട്ട് 16 വർഷമായി ബ്രദറെ, പക്ഷേ ഇപ്പോഴും ആരൊക്കെയോ എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. കുഞ്ഞെ, ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ നിന്റെ വീടിൻ്റെ ആ വേലിയില്ലേ, ഏത് വേലി? ഏത് വേലിയാ? കർത്താവ് പണിതുയർത്ത തീമതിൽ, അവിടെ അടുത്തെത്തുമ്പോഴേ കത്തിച്ചാമ്പലാവില്ലേ? ഏത് ലോജിക്കാ പറയുന്നേ? ഈ തീമതിലിന് ഈ കയ്യടിയൊന്നും പോരാ. He has built around you a wall of fire. കർത്താവ് നിങ്ങളുടെ ചുറ്റും അഗ്നിയുടെ മതിലുകളെയാണ് തീർത്തിരിക്കുന്നത്. Because you love him, he rescues your life and he gives you strong protection. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നിങ്ങൾക്ക് നല്ല സംരക്ഷണം നൽകി അവൻ നിന്നെ വിടുവിക്കുന്ന കർത്താവാണ്. Another blessing, verse number 15. He will call on me and I will answer him. I will be with him in trouble. I will deliver him and honor him. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. Hallelujah. Hallelujah. All because you love him. കാരണം നിങ്ങൾ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം. Verse number 15 says, he will call me, I will answer. Meaning, whenever you pray, answer will come. അവിടെ വായിക്കുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അതിന്റെ മേൽ കർത്താവ് മറുപടി നൽകുമാണ്. I just want to declare it to you, 2014, you will receive answers from God. ഞാൻ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, 2014 ദൈവത്തിന്റെ മറുപടികൾ, ഉത്തരങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്ന വർഷമാണ്. Hallelujah. Hallelujah. Not only for yourself, if you pray for someone, he also will receive an answer from the Lord. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അവനും കർത്താവ് ഉത്തരം നൽകാൻ പോവുകയാണ്. Hallelujah. Hallelujah. And I will be with him in trouble. ഞാൻ കഷ്ടതയിൽ അവനോട് കൂടെയിരിക്കും. If you are to face any trouble in your life, he will be with you. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. Hallelujah. Hallelujah. Joseph was a child of God, യോസേഫ് ഒരു ദൈവമകനായിരുന്നു. but he was put in dungeon. അവൻ ഒരു കാരാഗൃഹത്തിലേക്ക് എറിയപ്പെട്ടു. But the Bible says, പക്ഷേ വചനം പറയുന്നു, the Lord was with him.
ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. Meaning, even in the dungeon, God was there. അതിന്റെ അർത്ഥം ഇതാണ്, കാരാഗൃഹത്തിന്റെ അകത്തും ദൈവമുണ്ട്. Hallelujah. Daniel was put in the den of lions. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടു. But do you know what the king asked? പക്ഷേ രാജാവ് എന്താണ് ചോദിച്ചതെന്നറിയാമോ? Was your God able to protect you, Daniel? ദാനിയേലേ, നിന്റെ ദൈവം നിന്നെ സംരക്ഷിക്കുവാൻ മതിയായവനായിരുന്നോ? He was. Yes, അവൻ ശക്തനായിരുന്നു. Because God was present in the den of lions. കാരണം ദൈവം ആ സിംഹക്കുഴിയിലും അവന് വേണ്ടി സന്നിഹിതനായിരുന്നു. Hallelujah. 3 Hebrew boys were put in fire. 3 എബ്രായ ബാലകന്മാർ തീയിലേക്ക് എറിയപ്പെട്ടു. But they saw a 4th one. പക്ഷേ 4ാമതൊരാളെ കൂടി അവർ കണ്ടു. And that was their God. അത് സാക്ഷാൽ ദൈവമായിരുന്നു. So in fire God was present. അഗ്നിയുടെ നടുവിൽ കർത്താവ് സന്നിഹിതനാണ്. Hallelujah. ഹല്ലേലൂയ. ചിലരൊക്കെ കർത്താവ് എന്നെ പിടിച്ച് ഈ പ്രശ്നത്തിലേക്ക് ഇട്ടിട്ട് കർത്താവ് അവിടെ കസേര കയറിയിരിക്കും. No. He will be there right in the fire. He will be there right in the waters. He will be there in the den. He will be there in the dungeon. He will be there in the pit. He will be there wherever you are in trouble. He will be with you. നിങ്ങൾ അഗ്നിയിൽ കൂടി പോകുമ്പോൾ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. സിംഹത്തിന്റെ കുഴിയിലാണെങ്കിലും പൊട്ടക്കിണറ്റിലാണെങ്കിലും കാരാഗൃഹത്തിലാണെങ്കിലും ആ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. I have a doubt. എനിക്കൊരു സംശയം. അങ്ങനെയാണെങ്കിൽ കടഭാരത്തിൽ കിടക്കുമ്പോൾ കർത്താവ് ഉണ്ടാവോ? If you are in debts, നിങ്ങൾ കടത്തിലാണെങ്കിൽ will God be with you? ആ കടഭാരത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് കൂടെയുണ്ടോ? ഭർത്താവ് ഇട്ടിട്ട് പോയി, കർത്താവ് ഇട്ടിട്ട് പോകുമോ? ഉറക്കെ പറ മക്കളെ. ഹോസ്പിറ്റലിൽ കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് കുഴലൊക്കെ കടിപ്പിച്ച് കിടക്കുക, കർത്താവ് കൂടെ കിടക്കുമോ? According to this verse, in trouble he will be there with you. ഈ വാക്യം അനുസരിച്ച് കഷ്ടങ്ങളുടെ നടുവിൽ അവൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. Even if I go pass through the valley of death, I will not fear any evil, because thou art with me. മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം അങ്ങ് എൻ്റെ കൂടെയുണ്ട്. Hallelujah. This is the God you have met. ഈ ദൈവത്തെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. If you know this God, ഈ ദൈവത്തെ നിങ്ങൾ അറിഞ്ഞാൽ all the fear will flee away. എല്ലാ ഭയങ്ങളും ഓടിപ്പോകും. Hallelujah. ഹല്ലേലൂയ. Many people are afraid because they do not know God properly. പല ആളുകളും പേടിച്ചിരിക്കുന്നത് ഇവർ സേവിക്കുന്ന ദൈവത്തെ അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. But understand this God today. ഇന്ന് ഈ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കുക. Because you love this God, നിങ്ങൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് He will be there always with you. എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. All people may desert you. എല്ലാ ആൾക്കാരും നിന്നെ He ഒറ്റപ്പെടുത്തുമായിരിക്കും. will never leave you. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. Hallelujah. Hallelujah. Because He is a faithful God. കാരണം അവൻ വിശ്വസ്തനായ ദൈവമാണ്. He is an unchanging അവൻ God. മാറ്റമില്ലാത്ത He ദൈവമാണ്. can never change His word. അവന്റെ വാക്കുകൾക്ക് മാറ്റം വരുത്താൻ His promises are very strong. അവന്റെ വാഗ്ദത്തങ്ങൾ വളരെ ബലമുള്ളതാണ്. Hallelujah. Hallelujah. He can never tell a lie. അവന് ഒരിക്കലും നിന്നോട് നുണ പറയുവാൻ കഴിയുകയില്ല. God gives you protection. അവൻ നിനക്ക് സംരക്ഷണം നൽകുന്ന കർത്താവാണ്. Hallelujah. ഹല്ലേലൂയ. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അത് തുറന്നൊന്നായി വാഴ്ത്താം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അത് തുറന്നൊന്നായി വാഴ്ത്താം. Hallelujah, 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 hallelujah.
വഹിച്ചതിനാൽ അവൻ കരടത്തിൽ എന്നെ വഹിച്ചതിനാൽ എനിക്കാവിധം ലേശമില്ല. അവൻ കരടത്തിൽ എന്നെ വഹിച്ചതിനാൽ അവൻ കരടത്തിൽ എന്നെ വഹിച്ചതിനാൽ എനിക്കാവിധം ലേശമില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ തന്നെ കാണുന്ന ബ്രെയിൻ ട്യൂമറുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അരുൺ എന്നു പേരുള്ള ഒരു മോനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ കാതിലൂടെ പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന വെള്ളവും പഴുപ്പും ചില സമയത്ത് ബ്ലഡും ഒക്കെ വരുന്നൊരു വ്യക്തിയുടെ കാത് കർത്താവ് സൗഖ്യമാക്കുക. അത് മൂലം കേൾവിക്കുറവും ഉണ്ട്. ആ കേൾവിക്കുറവും കർത്താവ് മാറ്റുന്നുണ്ട്. ഇൻ ജീസസ് നെയിം താങ്ക് യു ലോർഡ്. അതുപോലെ മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ എന്ന് വെച്ചാൽ പാൾപിറ്റേഷൻ, ഹൃദയമിടിപ്പ് കൂടുന്നത്, അതുപോലെ ചിലരുടേത് വല്ലാതെ സ്ലോ ആയി പോകുന്നത്, ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ, ഇങ്ങനെ ഹാർട്ട് ചുരുങ്ങുന്നത്, അതുപോലെ എൻലാർജ്മെൻ്റ് ഓഫ് ഹാർട്ട്, ഇങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള കാർഡിയാക് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഹെർണിയ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. എയ്ഡ്സ് രോഗം സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അത്ഭുതകരമായ വിടുതൽ അങ്ങ് കൊടുക്കണമേ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും കൈനീട്ടി പിടിച്ച് രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള രോഗസൗഖ്യം ഓരോരുത്തരുടെ മേൽ കർത്താവെ നീ പകർന്നതിനാൽ നന്ദി. വിവിധ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് നീ ഇങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഷൊർണൂരിൽ നടക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നാളത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കോയമ്പത്തൂരിലാണ്. അവിടേക്കും എല്ലാവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി പറയാനുള്ളത്, ഓരോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലും പലപ്പോഴും നമ്മൾ നടത്തുന്ന ആ ഓഡിറ്റോറിയത്തിനകത്ത് ഇരിക്കുവാൻ പോലും കഴിയാതെ അത്രയും പേർ വചനം കേൾക്കുവാൻ, വിടുതലുകൾ സ്വീകരിക്കുവാൻ വരുന്നതിൽ പരിശുദ്ധാത്മാവ് നിറയുന്ന വലിയ സന്തോഷമുണ്ട്. എന്നാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിലനിൽക്കുവാൻ മാത്രമല്ല, നമ്മളുടെ ഈ ജീവിതത്തിന് ശേഷമുള്ള നിത്യജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ, ആത്മീയമായി വളരുവാൻ എല്ലാവരെയും നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പല ജില്ലകളിൽ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വരണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിൽ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് വന്നാൽ ഒരേ സമയം തത്സമയ സംപ്രേഷണത്തിലൂടെ അതേ സന്ദേശം എല്ലായിടങ്ങളിലും ലഭിക്കുന്നതാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളായ പുസ്തകങ്ങൾ, അതുപോലെ DVD-കൾ, ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കരസ്ഥമാക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് മരിക്കുവാൻ ആഗ്രഹിച്ച പ്രവാചകൻ. നെയിം ദി പ്രൊഫറ്റ് who desired to die sitting under a broom tree. Options: A. Elisha, B. Isabel, C. Eliab, D. Isaiah.
നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.